ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യുവിൻ. എളിമയും ശാന്തതയും നിറഞ്ഞ തൻ്റെ ഹൃദയം കാണിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, ഈ ഹൃദയത്തിൽ നിന്നും പഠിക്കുവിനെന്ന്. അതെ, ഈശോയുടെ തിരുഹൃദയം നമുക്കൊരു പാഠശാലയാണ്. ആ തിരുഹൃദയത്തിൽ നിന്നും പഠിച്ചാൽ നമ്മൾ ഒരിക്കലും വീഴില്ല, പതറില്ല, തോൽക്കില്ല. സമ്മിശ്ര വികാരങ്ങൾ കൊണ്ട് ഞാൻ പ്രക്ഷുബ്ധമാകുമ്പോൾ തിരുഹൃദയത്തെ നോക്കുക. ശാന്തതയുടെ ബാലപാഠങ്ങൾ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരും. അഹങ്കാരം കൊണ്ട് ഞാൻ മറ്റുള്ളവരെ പുച്ഛിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ, കുറ്റം വിധിക്കുമ്പോൾ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നു, അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. എളിമ നിറഞ്ഞ ജീവിതം നയിക്കുക, എളിമയോടെ വ്യാപരിക്കുക. തിരുവചനം പറയുന്നു, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാക്കുക. ജീവജലത്തിൻ്റെ അരുവികൾ അവിടെ നിന്നാണ് ഒഴുകുന്നത്. ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്ന നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ, കാപട്യത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും വിടുതൽ നേടുവാൻ തിരുഹൃദയമാകുന്ന പാഠശാലയിൽ നിന്നും നമുക്ക് പഠിക്കാം. പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ ഹൃദയം നിൻ ഹൃദയം പോലെയാക്കണമേ. ആമേൻ. വിനയമെന്നിലും എളിമ ശാന്തത